ഹായ് നമസ്തേ, കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ശബ്ദമൊക്കെ ക്ലാരിറ്റി കിട്ടുമെന്ന് അതിനോട് ദുരന്തർ ബുക്ക് ചെയ്ത് ഇപ്പോൾ പ്രീമിയർ ഷോ കാണാനിരിക്കുകയാണ്. പിന്നെ ഈ മലയാളമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ തമിഴും മലയാളമൊക്കെ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് ബുക്ക് ചെയ്തവരൊക്കെ റീഫണ്ടൊക്കെ വന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദി കാണാനിരിക്കുകയാണ്. ബാക്കിലോട്ടൊക്കെ ഫുള്ള് ബംഗാളികളും അതൊക്കെ. പടത്തിന്റെ റിവ്യൂ പറയാനുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ ഹിന്ദിക്കാരന്മാർക്ക് ഹിന്ദി അറിയാമല്ലോ, അപ്പൊ അവന്മാരില്ല സ്റ്റോറി കണ്ടിട്ട് നേരത്തെ അവർക്ക് മനസ്സിലായി ഇത് കൈയടിക്കുന്നത്. നമുക്കൊന്നും അറിഞ്ഞൂടാലും അവരോട് അടിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇതാണ് ആ കാര്യം. അതൊരു കാര്യം ഉള്ളത് രക്ഷപ്പെട്ട്. സബ്ടൈറ്റില് ഉള്ളത് ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാ ഇഷ്ടപ്പെട്ട് പറയില്ല. ഇപ്പോഴേ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മള് KGF 1 KGF 2 പറയൂലേ. ഇപ്പൊ KGF 1 പലർക്കും ഇഷ്ടപ്പെട്ടത്. പക്ഷെ KGF 2 ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഥ പോണ്, ബ്ലാസ്റ്റ്, വെടിവെപ്പ് കാര്യങ്ങളെല്ലാം അതുപോലെയാണ് ഇതും. സെക്കൻഡിലാണ് ഇത്രയും കാര്യങ്ങളെല്ലാം വരും. പക്ഷെ ഫസ്റ്റിനകത്തുള്ള ആ ഒരു ലൈഫ് അത് ഫസ്റ്റിലാണുള്ളത്. അതാണ് കാര്യം. ഇതിൽ കൂടുതൽ അവർ ശ്രദ്ധിച്ചേക്കണ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു മെത്തേഡിനെക്കാളും ഡീറ്റെയിലിംഗ് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, നേരത്തെ ഫസ്റ്റില് ഇത് കാണിച്ചു, അത് എന്തുകൊണ്ട് ഇതിലേക്ക് വന്നു, അതിന്റെ ബാക്കപ്പ് സ്റ്റോറി എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ചില ഭാഗത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു രാജ്യസ്നേഹം ഇങ്ങനെ വരും. ഇങ്ങനെ ഒന്നും പറയണ്ട. അതൊക്കെ ഉണ്ട് കേട്ടോ. തിയേറ്റർ തന്നെ കാണാം. നമ്മൾ OTT-യിലൊക്കെ വന്നാൽ ഇത്ര ലെങ്ത് ഉള്ളതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം എടുത്താണ്. അത്ര ലെങ്ത് ഉണ്ട്. ഒരു പടം തീരണ സമയമായപ്പോഴത്തേക്ക് ഇന്റർവെൽ വെളിയിറങ്ങി ഇത്തിരി കണ്ണൊക്കെ ജോലി പോകാൻ അങ്ങനെ. അതപ്പൊ അതാണ്. പിന്നെ പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പാട്ടാണ് ഞാൻ പറയാം. ഫസ്റ്റ് ആണ് സെക്കൻഡ് ആണ് പാട്ടിന്റെ? ഞാനും ഫസ്റ്റ് ആണ്. അതില് എന്ന് പറഞ്ഞാൽ വലിയ വരുമ്പോഴൊരു പാട്ടും മറ്റേ അതൊക്കെ പാടല്ലേ അത് കോപ്പിറൈറ്റ് ആ പാട്ട്. അതുപോലെ ഫസ്റ്റ് ദുരന്തറിലെ സോങ്ങിനൊക്കെ ഉള്ള കുറെ മെറ്റീരിയൽ പാട്ടുകളുണ്ട്. ഇതിനകത്ത് അങ്ങനെയല്ല, വേറൊരു റാപ്പുകളാണ് അങ്ങനത്തെ സോങ് വൈസ്. അപ്പൊ അങ്ങനത്തെ അവർക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. പിന്നെന്താണ് ഇതില് മറ്റേനെ അപേക്ഷിച്ച് ഇതിനകത്ത് കുറച്ചുകൂടി ബ്രൂട്ടലാണ് കാര്യം. സാധനങ്ങളുണ്ട്, അങ്ങനത്തെ ബ്രൂട്ടൽ സീനുകളുണ്ട്. പിന്നെ ഈ 4 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോ ആരും ഒറ്റയ്ക്ക് പോവല്ലോ. അത് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് എന്താണ് പയ്യന്മാര് സെറ്റായിട്ടൊക്കെ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പിന്നെ അങ്ങോട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഹിന്ദിയാണ് കാണണമെങ്കിൽ എന്തായാലും ഡൗട്ടൊക്കെ ചിലപ്പോ വന്നടേ. നമ്മള് അതിലൊക്കെ ഉണ്ടെങ്കിൽ ബംഗാളി വിളിച്ചോണ്ട് പോയാ ഇപ്പൊ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ 4 മണിക്കൂർ ഇങ്ങനെ ഇരുന്നാൽ നല്ല ബോറാവും. പകുതിക്ക് 2:30 വെച്ച് എണീച്ച് പോകേണ്ടി തോന്നും. അങ്ങനെയാണ്. അപ്പം കഥ ഭയങ്കര സ്ലോ ആയിട്ടാണ് പറഞ്ഞു പോകും. പക്ഷെ ഫുള്ളും പറഞ്ഞു തീർത്ത്. അതാണ് ഫുള്ള് പറഞ്ഞു തീർത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മളെ രാജ്യത്ത് മറ്റേ പാകിസ്ഥാൻ എടുത്തിട്ട് ഇങ്ങനെ കളിക്കൂല. പിന്നെ ഇത് മറ്റേ പ്രൊപ്പഗണ്ട പടമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. കേരളത്തെ പറ്റി ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അല്ലാതെ ഈ 2ന്റെ വില്ലനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട 1ലെ വില്ലേ. ഇവർക്ക് ആ ഒരു ഓറ ഇല്ല. ഇവിടെ കൂടുതൽ മറ്റേ ഇത് സ്റ്റോറി വൈസ് കണക്ഷൻ വരുത്തിക്കണമെന്നേ ഉള്ളൂ. മറ്റേത് ഓറ ഫുള്ള് ഓറ. വർണ്ണം തൊട്ടോ ചാവണ്ടെന്ന് വിചാരിച്ചു. അത് തന്നെ സത്യം. മറ്റേലൊക്കെ വരുമ്പോ ഇല്ല തോക്കുണ്ടാക്കണം. അവിടെയൊക്കെ പോകുമ്പോ കൈയൊക്കെ പിന്നെ നമ്മുടെ ആക്ട്രസ് അവള് ഫസ്റ്റിനെക്കാട്ടി ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. ക്യാരക്ടറിന് രണ്ടാമത്തെ പാട്ട് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. തന്നെ കുറച്ചൊരു അഭിനയ പ്രാധാന്യമുള്ള ഒരു ഫാമിലി ഇമോഷൻ അത് നല്ലപോലെ വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ടൈറ്റിൽ കാർഡ് എടുക്കാൻ വേണ്ടി ഫോം പൊക്കി പിടിച്ചിരിക്കണ്ട. 4 മണിക്കൂർ നിങ്ങളെ കൈയും കാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിചാരിക്കും ടൈറ്റിൽ കാർഡ് പൊക്കി പിടിച്ചിട്ടുണ്ട്. അവസാനം കാണിക്കുള്ളൂ. ഫസ്റ്റ് പാർട്ടിലെ കണക്ക് ഓരോ ചാപ്റ്റർ കണക്കാണ് പറഞ്ഞു പോണത്. അത് അങ്ങനെ തന്നെയാണ്. വേറെ ഇത് കുറച്ചുകൂടി ലെങ്തി ചാപ്റ്റർ. എപ്പോഴും കാണിക്കാൻ പറഞ്ഞല്ല, പോയി കണ്ടോ പറക്കില്ല ഏറ്റവും അവസാനം ഒന്ന് പറയില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളു. അപ്പൊ ഈ പുതിയ ദുരന്തർ വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരും. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം, നാളെ ആടിന്റെ വിശേഷങ്ങളുമായി നമ്മൾ രാവിലെ വരുന്നുണ്ട്. അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ബൈ ബൈ. ലൈൻ കട്ട്.